മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പുലി ഇറങ്ങിയതിന് പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ. മാനത്തുമംഗലം മണ്ണാർമല റോഡ് നാട്ടുകാർ ഉപരോധിക്കുകയാണ്. പുലിയെ മയക്കുവടി വെച്ച് പിടികൂടണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഈ മാസം 3 തവണയാണ് പുലിയുടെ ദൃശ്യം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത്. യൂനസ് അഹമ്മദ് വിവരങ്ങളുമായി. യൂനസ്, എന്താണ് അവിടുത്തെ പ്രശ്നം? മാസങ്ങളായി ഈ മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയുടെ ഭീതി ഉണ്ടായിട്ട് മാസങ്ങളായി. കാളിക്കാവ് ഈ കടുവ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അതിനു മുമ്പ് തന്നെ ഇവിടെ ഒരു പുലി ഭീതി ഇവിടെ ഉണ്ട്. നിരവധി തവണ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അടക്കം നാട്ടുകാർ പരാതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് നാട്ടുകാരാണ് ഈ പ്രദേശത്ത് ഒരു CCTV വെക്കുന്നത്. ആ CCTVയിൽ നിരന്തരം എല്ലാ ദിവസവും ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നുമുണ്ട്. നിരവധി തവണ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഈ നാട്ടുകാർ ആക്ഷേപിക്കുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നാട്ടുകാർ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ അതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഒരു കൂട് സ്ഥാപിക്കുകയും ചെയ്തു. കാരണം നാട്ടുകാരടക്കം പറയുന്നത് കുട്ടികളടക്കം രാവിലെയും അതോടൊപ്പം വൈകിട്ട് കുട്ടികളടക്കം പുറത്തിറങ്ങുന്ന ഒരു സമയത്ത് പലതവണ ഈ ഒരു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് വലിയൊരു അപകടമുണ്ടാക്കും. എത്രയും പെട്ടെന്ന് ഈ പുലിയെ പിടികൂടണം, മയക്കുവടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ഒരു പ്രതിഷേധിച്ചാണ് മാനത്തുമംഗലം മണ്ണാർമല റോഡ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. ഇപ്പൊ പോലീസുകാർ ഇവരെ ഇപ്പോൾ തടയുന്നുണ്ട്. ഏതായാലും വലിയൊരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവർ പറയുന്നത് വലിയൊരു ആശങ്കയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ആശങ്ക പരിഹരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നില്ല. അവരുടെ നിഷ്ക്രിയത്വമാണ് ഇപ്പോൾ ഈ പുലിയെ പിടികൂടാൻ കഴിയാത്തത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ മാസം തന്നെ ഇന്നലെയും ഇന്നും CCTVയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. ഈ മാസം 3 തവണ ഈ പുലിയുടെ ദൃശ്യങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ് ഇവിടെ CCTV സ്ഥാപിച്ചത്. ഈ CCTVയിൽ നിരന്തരമായി ഈ ദൃശ്യങ്ങൾ പതിയുന്നുണ്ട്. പലതവണ ഈ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. ഏതായാലും ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇതിന് പിടികൂടാതെ യാതൊരു പ്രതിഷേധം അവസാനിപ്പിക്കില്ല. ഇത് പിടികൂടാൻ തന്നെയാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.